നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന്റെ കോമ്പൗണ്ടിൽ അപകട ഭീഷണിയായി പാലമരം. മരത്തിന്റെ ശിഖരങ്ങൾ ഇടയ്ക്ക് മുറിച്ചു മാറ്റിയിരുന്നു. എങ്കിലും വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ പാലമരം അപകട ഭീഷണി ഉയർത്തുകയാണ്. അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഏറ്റുമാനൂരിൽ നിന്നും നീണ്ടൂർ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം. ഓഫീസിന് മുൻവശത്തുള്ള ഓട്ടോ സ്റ്റാൻഡിനും ഇതുകൂടാതെ സമീപത്തുള്ള ഓഡിറ്റോറിയത്തിനും അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകുന്ന പ്രധാന റോഡും ഇതുവഴിയാണ്. നിത്യേന ധാരാളം ആളുകൾ കടന്നുപോകുന്ന റോഡിലാണ് അപകടം വിതച്ച് മരം നിൽക്കുന്നത്. കോട്ടയത്ത് മദ്യപിച്ച് വാഹനമോടിച്ച കോളേജ് വിദ്യാർത്ഥിയുടെ പരാക്രമം. കോട്ടയം CMS കോളേജ് വിദ്യാർത്ഥിയായ ജൂബിൻ ലാൽവാണ് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചത്. മദ്യലഹരിയിലായിരുന്ന വിദ്യാർത്ഥി കോട്ടയം മുതൽ പനമ്പാലം വരെ 12ഓളം വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. നിർത്താതെ പോയ വാഹനം വഴിയരികിലെ മരത്തിലിടിച്ച് നിൽക്കുകയായിരുന്നു. നാട്ടുകാരെത്തി യുവാവിനെ വാഹനത്തിനുള്ളിൽ നിന്നും പുറത്തെടുത്തപ്പോൾ ജൂബിൻ അബോധാവസ്ഥയിലായിരുന്നു. പോലീസ് സംഭവസ്ഥലത്തെത്തി കേസെടുത്തു. എന്നാൽ വാഹനങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടാക്കിയ ജൂബിൻ ലാലുവിനെ KSUവിൽ നിന്നും കഴിഞ്ഞ വർഷം പുറത്താക്കിയതാണെന്ന് KSU ജില്ലാ പ്രസിഡന്റ് KM നൈസാം അറിയിച്ചു. ജൂബിനെ സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയതിനായിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കലാസാംസ്കാരിക വിഭാഗമായ കാഞ്ഞിരപ്പള്ളി അമലയുടെ പുതിയ നാടകം ഒറ്റയുടെ അവതരണ ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൻ നിർവഹിച്ചു. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുകയും പ്രത്യാശ നൽകുന്ന സന്ദർഭങ്ങളെ കോർത്തിണക്കി ആസ്വാദക ഹൃദയങ്ങളെ സ്പർശിക്കുകയും ചെയ്യുന്നതിന് ഒറ്റയ്ക്ക് സാധിച്ചുവെന്ന് മാർ ജോസ് പുളിക്കൻ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുകയും പ്രത്യാശ നൽകുന്ന സന്ദർഭങ്ങളെ കോർത്തിണക്കി ആസ്വാദക ഹൃദയങ്ങളെ സ്പർശിക്കുകയും ചെയ്യുന്നതിന് ഒറ്റയ്ക്ക് സാധിച്ചുവെന്ന് മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. ഇങ്ങനെയുള്ള വേദികളൊക്കെ പലപ്പോഴും നിന്നു പോവുകയാണ്. ഒരു കാലഘട്ടത്തിലൊക്കെ നാടകത്തിന് ഇത്തിരി പ്രസക്തി ഉണ്ടായിരുന്നു. നാടകം കാണാൻ ആളൊത്തിരി ഒരുമിച്ച് കൂടുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പം നാടകവേദിയിൽ നിന്നും മാറി മറ്റു പല ഹ്രസ്വമായ ആസ്വാദനങ്ങളിലേക്കും ചില തകർപ്പൻ പരിപാടികളിലേക്കും ഗാനമേളയിലേക്കും ഒക്കെ ആളുകൾ വഴിമാറുന്നുണ്ട്. അത് കാലത്തിൻ്റെ മാറ്റമായി വരുമ്പോഴും നാടകവേദിയിൽ ആളുകളെ കൂട്ടാൻ കഴിയുന്ന ഒരു സമിതിയായിട്ട് അമല വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് അതൊരു ഒറ്റ തന്നെയാണ്. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് അഭിമാനകരമായ ഒരു കാര്യമാണ്. നാടകത്തിലൂടെ മറ്റു പല സങ്കേതങ്ങളെക്കാൾ ഉപരി കൃത്യമായ ഒരു സന്ദേശം പകരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗാനമേളകൾക്ക് സന്ദേശം പകരാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. അതൊരു ആസ്വാദനം എന്നതിൽ കൂടുതലൊന്നും സാധിക്കുന്നില്ലെന്നാണ് പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നത്. മോശമാണെന്ന അർത്ഥത്തിലല്ല. പക്ഷെ നാടകം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വളരെ ശക്തമായ പ്രമേയങ്ങൾ തറച്ചു കയറ്റുവാൻ പാകത്തിലുള്ള ഒരു സങ്കേതമാണ്. അത്തരം ഒരു സങ്കേതം നന്നായിട്ട് ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൂടെ പ്രയോജനപ്പെടുത്താനായിട്ട് അമലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് എത്രയോ വലിയൊരു ദൈവാനുഗ്രഹമാണ്. ദൈവത്തിന് നന്ദി പറയുന്നു ഞാനിതിനെല്ലാം. വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേൽ, KCBC മീഡിയ കമ്മീഷൻ മുൻ സെക്രട്ടറി ഫാദർ സിബു ഇരുമ്പിനിക്കൽ, നാടക സംവിധായകൻ രാജേഷ് ഇരുളം, അമല കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുവീട്ടിൽ എന്നിവർ പ്രസംഗിച്ചു.
ഹേമന്ത് കുമാറിൻ്റെ രചനയിൽ രാജേഷ് ഇരുളം സംവിധാനം നിർവഹിച്ച ഒറ്റ ലഹരിയിൽ ആടിയുലയുന്ന ജീവിതങ്ങളെയും കാത്തിരിക്കുന്ന കുടുംബങ്ങളുടെ വേദനയെയും ഹൃദയസ്പർശിയായ വിധത്തിലാണ് അവതരിപ്പിക്കുന്നത്. വർത്തമാനകാല സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കുട്ടികൾക്കിടയിലുള്ള അമിതമായിട്ടുള്ള രാസലഹരി ഉപയോഗം. അമിതമായെന്ന് പറയാൻ പറ്റില്ല, രാസലഹരി ഉപയോഗം. ലഹരി വിരുദ്ധ നാടകമാണിത് ശരിക്കും. പലപ്പോഴും ഇത്തരം നാടകങ്ങൾ ചെയ്യാൻ ഇവിടെയുള്ള പ്രൊഫഷണൽ നാടക സങ്കേതങ്ങൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അത് സാധ്യമാകാറില്ല. കാരണം ഇതിന് ആപ്റ്റായിട്ടുള്ള കഥാപാത്രങ്ങൾ നമുക്ക് ഒരിക്കലും കിട്ടാറില്ലായിരുന്നു. കാരണം ഇപ്പോൾ കുട്ടികൾക്കിടയിൽ കാണുന്ന ഈ ഒരു വിഷയത്തെ പ്രതിനിധീകരിച്ച് ചെയ്യുമ്പോൾ ഇതിന് ആപ്റ്റായിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഈ നാടകത്തിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് 5 പുതുമുഖങ്ങളാണ്. അതായത് 20 വയസ്സ് പ്രായമുള്ള 5 കുട്ടികളെ വെച്ചിട്ടാണ് ഈ നാടകം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉദ്ദേശം ഈ നാടകം ഇവിടെയുള്ള കംപ്ലീറ്റ് സ്കൂളുകളിലും കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രക്ഷകർത്താക്കൾ ഈ നാടകം തീർച്ചയായിട്ടും കാണേണ്ടതുണ്ട്. കാരണം ഒരു ബോധവൽക്കരണ നാടകം കൂടിയാണിത്. ഇത്തരം നാടകങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് സർക്കാരിൻ്റെയും കൂടെ ഒരു ആവശ്യമാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി MLAയുടെ ഒറ്റ എന്ന ഈ നാടകം എന്ന് പറയുന്നത് വളരെ സാമൂഹികപരമായിട്ട് ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സാണ്. അപ്പോൾ അതുപോലെ പുതിയ തലമുറ വഴിതെറ്റി പോകുന്നതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു മെസ്സേജ് ഉള്ളൊരു നാടകമാണ് ഈ ഒറ്റ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് ഇമോഷണൽ സിറ്റുവേഷൻസ്, ഒരു അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ അവർക്ക് മക്കളില്ലാത്തതിൻ്റെ ഒരു വേദന, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു അച്ഛൻ്റെ വേദന, അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകർക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി നാടകമാണ്. അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ പിള്ളേരാരും ഈ മലയാള നാടകവേദി രംഗത്തേക്ക് വരാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നാടകത്തിലുണ്ടായിരുന്നു. അത് പുതിയൊരു പയ്യൻ്റെ ക്യാരക്ടറൊക്കെ എഴുതുമ്പോൾ ആര് വിളിക്കും, ആര് ചെയ്യും, അങ്ങനെ ഒരു ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒരുപാട് പേര് വരികയും ഞാനൊക്കെ നാടകരംഗത്തിൽ ആദ്യമായിട്ട് വരികയൊക്കെ ചെയ്തു. ബ്രഹ്മയുടെ പാട്ട് പാടുന്ന വെള്ളായി അതിലൂടെയൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അമലയിലേക്ക് എന്നെ കൂടാതെ എൻ്റെ കൂട്ടത്തിൽ ഈ 4 പേര് പുതുതായിട്ട് ജോയിൻ ചെയ്തു. അവർ നാടകമായിട്ട് ഒരു പരിചയമില്ലാത്തവരാണ്. അപ്പോൾ അവരെ അഭിനയിക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു നമുക്കെന്താ പറയുക, ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് തിരിച്ചുവരവിനും അടിമപ്പെടാൻ സാധ്യതയുള്ളവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതിനും പര്യാപ്തമായ നാടകം മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് കാണേണ്ടതാണെന്ന് പ്രശസ്ത സിനിമാ സംവിധായകൻ CV മലയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. തകർക്കപ്പെട്ട ജീവിതങ്ങൾക്കും തിരിച്ചുവരവ് സാധ്യമാണെന്ന ശുഭസൂചനയും നാടകം നൽകുന്നുണ്ട്. സംസ്ഥാന അവാർഡ് ജേതാക്കൾ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിക്കുന്ന നാടകത്തിൽ യുവ നടീനടന്മാരിലൂടെ തന്നെയാണ് യുവതലമുറയ്ക്കുള്ള സന്ദേശം ഒരുക്കിയിരിക്കുന്നത്. അവതരിപ്പിച്ച് 4 ദിവസത്തിനുള്ളിൽ 60 വേദികളിൽ അവതരിപ്പിക്കുന്നതിനാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ദൃശ്യ ന്യൂസ്, കാഞ്ഞിരപ്പള്ളി. ലഹരി വിരുദ്ധ നീക്കം ആദ്യം ഉയരേണ്ടത് നമ്മുടെ ഭവനങ്ങളിലാണെന്നും അവിടെ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം മക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തുമെന്നും അതിൽ അമ്മമാരുടെ പങ്ക് വലുതാണെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ലഹരിക്കെതിരെ അമ്മമാരെ സജ്ജമാക്കുന്നതിനായി ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ച മദേഴ്സ് ഫ്രറ്റേണിറ്റി എഗെയിൻസ്റ്റ് സബ്സ്റ്റൻസ് അബ്യൂസ് എംഫാസ എന്ന കൂട്ടായ്മയുടെ ഉദ്ഘാടനം വാഴപ്പള്ളി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയുടെ ലോഗോ സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ പ്രകാശനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ ലിൻസി വലിയ പ്ലാക്കിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ റൂബിൽ രാജ് ആമുഖ പ്രസംഗം നടത്തി. താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് കൗൺസിൽ പ്രസിഡന്റ് CJ ജോസഫ്, പ്രിൻസിപ്പൽ ഷിജി ജോൺസൺ, ഡോക്ടർ ജോർജ് പീഡിയേക്കൽ, ഡോക്ടർ ജോർജ് പടനിലം, ജോസുകുട്ടി കുട്ടമ്പേരൂർ, മുനിസിപ്പൽ കൗൺസിലർ പ്രസന്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ബെന്നി സെബാസ്റ്റ്യൻ ക്ലാസ് നയിച്ചു. താലൂക്ക് റെസിഡൻസ് അപെക്സ് കൗൺസിൽ, അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂൾ, റേഡിയോ മീഡിയ വില്ലേജ്, എക്സൈസ്, പോലീസ് വിഭാഗം, മെഡിക്കൽ ട്രസ്റ്റ്, ചങ്ങനാശ്ശേരി ജംഗ്ഷൻ, ഫേസ്ബുക്ക് കൂട്ടായ്മ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് നിങ്ങൾ അമ്മമാർക്ക് ഇതിനെതിരെ പോരാടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ജാഥയൊക്കെ നടത്താൻ എളുപ്പമാണ്. വേണമെങ്കിൽ ഇപ്പോൾ ഒരു ടൗൺ വരെ മയക്കുമരുന്ന് വ്യാപാരത്തിനെതിരെ ജാഥ സംഘടിപ്പിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികൾക്ക്
സുരക്ഷിതത്വമേറുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ സാധിക്കണം. അപ്പൊ നിങ്ങൾ പറയും, എന്റെ പിതാവ് ഇത് കൈവിട്ടു പോയി, ഇനിയും പറ്റുമോ? ഇനിയും പറ്റും. നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ടാകുന്ന ഏത് ചെറിയ ചലനങ്ങളും കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. അതുകൊണ്ട് സ്നേഹത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഒരു അന്തരീക്ഷം കൊടുക്കുക. പിന്നെ ഈ വഴക്കും വയലൻസും ഒന്ന് അവസാനിപ്പിക്കുക. ഇതൊക്കെയാണ് മാതാപിതാക്കൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ലാഭകരമല്ലാത്ത സർവീസുകൾ നിർത്തലാക്കുന്നതിന്റെ ഭാഗമായി പുലർച്ചെ പുറപ്പെടുന്ന എരുമേലി എറണാകുളം ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസ് നിർത്തി. പുലർച്ചെ 4:30 എരുമേലി ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് കണമല, പറത്താനം, ചോലത്തടം, മുണ്ടക്കയം, ഈരാറ്റുപേട്ട വഴി എറണാകുളത്തെത്തുന്ന സർവീസാണ് നിർത്തിയത്. പകരം ഈ ബസ് രാവിലെ 6:30 എരുമേലി തിരുവനന്തപുരം റൂട്ടിൽ ഫാസ്റ്റ് പാസഞ്ചറായി സർവീസ് ആരംഭിച്ചു. ഇതോടെ മലയോര മേഖലയിൽ നിന്നുള്ള ജനങ്ങൾക്ക് രാവിലെ എറണാകുളത്തെ ഓഫീസുകളിലും വിവിധ ആശുപത്രികളിലും എത്തുന്നതിനുള്ള സൗകര്യമാണ് ഇല്ലാതായത്. കളക്ഷൻ തീരെ കുറഞ്ഞതുമൂലം തുടർച്ചയായി നഷ്ടത്തിൽ ഓടിയതിനെ തുടർന്നാണ് സർവീസ് നിർത്തിയതെന്നാണ് അധികൃതർ നൽകുന്ന മറുപടി. വൈകിട്ട് ഈ ബസിന്റെ സമയത്ത് മറ്റൊരു ബസ് ഈ റൂട്ടിൽ സർവീസ് നടത്താൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. പുതിയ തിരുവനന്തപുരം സർവീസ് രാവിലെ 6:30 എരുമേലിയിൽ നിന്ന് മുണ്ടക്കയത്തേക്ക് പുറപ്പെട്ട് അവിടെ നിന്ന് കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്ത് 12-ന് എത്തിച്ചേരും. 1 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട കോട്ടയം മുണ്ടക്കയം വഴി എരുമേലിയിൽ രാത്രി 8:30 എത്തുന്നതാണ് സർവീസ്. 68ാമത് കോട്ടയം ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പാല അൽഫോൺസ് അത്ലറ്റിക് അക്കാദമി 583 പോയിന്റുമായി ഓവറോൾ കിരീടം നിലനിർത്തി. 277 പോയിന്റുമായി അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി 2ാം സ്ഥാനവും 254 പോയിന്റുമായി SMVHSS പൂഞ്ഞാർ 3ാം സ്ഥാനവും നേടി. 160 പോയിന്റ് നേടി കാഞ്ഞിരപ്പള്ളി ST കോളേജിനാണ് 4ാം സ്ഥാനം. 34 സ്വർണവും 32 വെള്ളിയും 22 വെങ്കലവും നേടിയാണ് പാല അൽഫോൺസ് അത്ലറ്റിക് അക്കാദമി ഓവറോൾ ജേതാക്കളായത്. സമാപന സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് റവ. ഫാദർ മാത്യു കരീത്തറ സമ്മാനദാനം നിർവഹിച്ചു. സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ പ്രതിനിധി പ്രൊഫസർ പ്രവീൺ തരിയൻ സ്വാഗതവും ഡോക്ടർ ജിമ്മി ജോസഫ്, റോയിസ് കറിയ, ഡോസിനി തോമസ്, ഡോക്ടർ ബോബൻ ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ തങ്കച്ചൻ മാത്യു നന്ദി പറഞ്ഞു. തീർച്ചയായും നമ്മൾ സമ്മേളനം നടത്തുന്നതിനേക്കാൾ കുറച്ച് നേരത്തെയാണ് നടത്തിയത്. അതിന് വിവിധ കാരണങ്ങളുള്ളതായിട്ട് നമുക്കറിയാം. എങ്കിലും ഈ 2 ദിവസം, ഇന്ന് കുറച്ച് മഴയുണ്ടായിരുന്നു, എങ്കിലും അതിലൊന്നും തളരാതെ, അതിലൊന്നും നിരാശരാകാതെ നിങ്ങൾ ധൈര്യപൂർവ്വം ആവേശപൂർവ്വം ഈ കായിക മാമാങ്കത്തിൽ പങ്കുചേർന്ന് വിജയികളായി എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യമാണ്. കായിക രംഗം ഇനിയുമേറെ ശക്തിപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. അതിനുവേണ്ടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ നമ്മുടെ കായിക പ്രതിഭകളെ പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. മോദി ഭരണത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ തലകുനിക്കേണ്ട ഗതികേടിലാണെന്ന് KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ. ക്രിസ്ത്യൻ മിഷണറിമാരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയിലിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് വാഴത്തോപ്പ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമനയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AP ഉസ്മാൻ. കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കന്യാസ്ത്രീകളെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. കരിമ്പൻ ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിലും ധർണയിലും കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം അധ്യക്ഷത വഹിച്ചു. യോഗം KPCC അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മോഡി ഭരണത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തലകുനിക്കേണ്ട ഗതികേടിലാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആത്മീയ പ്രവർത്തനം നടത്തുന്നവർക്ക്, സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തുന്നവർക്ക് സ്വതന്ത്രമായത് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരിക്കുന്നു. ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ ഓരോ ഭാരതീയ പൗരനും നമ്മുടെ രാജ്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളുമ്പോൾ ഇന്ന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ തലകുനിക്കേണ്ട ഗതികേടാണ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്ന കാര്യം
ചൂണ്ടിക്കാണിക്കാൻ ഈ അവസരം ആഗ്രഹിക്കുന്നു. സന്യാസിനിമാരെ കൽത്തുലിങ്കലടച്ചത് ഒരൊറ്റപ്പെട്ട സംഭവമായി നമ്മൾ കാണുന്നില്ല. ജബൽപൂരിൽ വൈദികനെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകരെയും അതിക്രൂരമായി ബന്ധിച്ച് ജയിലിലടയ്ക്കാൻ നടത്തിയ ശ്രമങ്ങൾ. INTUC ജില്ലാ സെക്രട്ടറി PD ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. അഭിവാദ്യം അർപ്പിച്ച് DKTF ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കനാട്ട്, വനിതാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാലി ബാബു, റിൻസി സിബി, ശശികല രാജു, സണ്ണി മാത്യു, ബാബു ജോർജ്, റിൻഡു സുഭാഷ്, TJ കുര്യൻ, K ഗോപി, ആലിസ് ജോയ് എന്നിവർ സംസാരിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ദൃശ്യ ന്യൂസ്, ഇടുക്കി. ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മേലുകാവുമറ്റം സെന്റ് തോമസ് ഇടവകയുടെ നേതൃത്വത്തിൽ ഐക്യപ്രഖ്യാപന ജാഗ്രതാ റാലി സംഘടിപ്പിച്ചു. വികാരി ഡോക്ടർ റോഡ്സ് കാരംവേലി ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലിക്ക് ഇടവകയിലെ സംഘടനാ ഭാരവാഹികൾ, ട്രസ്റ്റിമാർ എന്നിവർ നേതൃത്വം നൽകി. ഫാദർ ജോസഫ് കണ്ടപ്പറമ്പത്ത്, ജോൺസൺ പാമ്പയ്ക്കൽ, ബെന്നി കൊച്ചുപറമ്പിൽ എന്നിവർ സന്ദേശം നൽകി. കാണക്കാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ വിഭാഗം അഗ്രികൾച്ചറൽ വിദ്യാർത്ഥികളും സ്കൂൾ NSS യൂണിറ്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫുഡ് സ്കേപ്പിംഗ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അലങ്കാര സസ്യങ്ങളോടൊപ്പം ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങളും കൃഷി ചെയ്യുന്ന നൂതന രീതിയാണ് ഫുഡ് സ്കേപ്പിംഗ് പദ്ധതി. കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വീടുകളിലേക്ക് ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളും ഈ പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ബന്ദി, വാടാമുല്ല, നിത്യകല്യാണി തുടങ്ങി അലങ്കാര പുഷ്പസസ്യങ്ങളും ചീര, കൂർക്ക, പയർ തുടങ്ങിയ പച്ചക്കറികളും നട്ടുപിടിപ്പിച്ച ഫുഡ് സ്കേപ്പിംഗ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് കൃഷിയെക്കുറിച്ച് പ്രായോഗികമായ അറിവ് ലഭിക്കുകയും സ്കൂളിന് ആവശ്യമായ പൂക്കളും പച്ചക്കറികളും സ്വയം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പ്രിൻസിപ്പൽ രജിത AR പറഞ്ഞു. കഴിഞ്ഞ 1-2 വർഷമായിട്ട് കൃഷിഭവൻ്റെ സഹായത്തോടു കൂടി കൃഷിഭവനിൽ കിട്ടുന്ന നമുക്ക് ബന്ദി തൈകൾ തന്ന് ഞങ്ങൾ കൃഷി ചെയ്ത് പോരുന്നുണ്ട്. ഇപ്രാവശ്യം കുറച്ച് വ്യത്യാസമായ രീതിയിൽ ബന്ദി കൃഷി മാത്രമല്ലാതെ ഫുഡ് സ്കേപ്പിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ് ഞങ്ങൾ ഇപ്രാവശ്യം നമ്മുടെ അഗ്രികൾച്ചർ വിഭാഗത്തിലുള്ള കുട്ടികൾ ഇവിടെ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ ഫുഡ് സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫുഡ് ക്രോപ്സും ലാൻഡ്സ്കേപ്പിങ്ങും കൂടെ കൂടി ഫുഡ് സ്കേപ്പിംഗ്, അതായത് ഫുഡ് ക്രോപ്സും വരും, അതിൽ ഓർണമെൻ്റൽ അലങ്കാര ചെടികളായിട്ട് ഞങ്ങൾ കൃഷിഭവൻ്റെ സഹായത്തോട് തന്ന തൈകളായിട്ടുള്ള മഞ്ഞ കളറിലും ഓറഞ്ച് കളറിലുള്ള മാരിഗോൾഡ് തൈകൾ, അതുപോലെ വാടാമല്ലി, നിത്യകല്യാണി, അതൊക്കെയാണ് ഓർണമെൻ്റൽ ക്രോപ്സിൽ വരുന്നത്. അതുപോലെ ഫുഡ് ക്രോപ്സ് ആയിട്ട് കൂടുതലും ലീഫി വെജിറ്റബിൾസ്, പൊന്നാങ്കണ്ണി, ചീര, സ്പിനാഷ്, കൂർക്ക, അങ്ങനെ ഒരു പുതിയ ടെക്നിക്കാണ് ഇപ്രാവശ്യം നമ്മൾ കാഴ്ചവെക്കുന്നത്. കോട്ടയം ജില്ലാ ക്ഷീരസംഗമം ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ വിവിധ പരിപാടികളോടെ തമ്പ്ലക്കാട് സെന്റ് തോമസ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇതിന്റെ ഭാഗമായി സ്വാഗത സംഘയോഗം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടിക്കക്കുഴിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ് MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടി ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി, സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ, ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ്, ജില്ലയിലെ മുഴുവൻ MLAമാർ, MPമാർ, ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ, ക്ഷീരവികസന വകുപ്പ് മേധാവികൾ, ക്ഷീരസംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കന്നുകാലി പ്രദർശനം, ക്ഷീരകർഷകർക്കുള്ള ശില്പശാലകൾ, ക്ഷീരജാലകം, എക്സിബിഷൻ തുടങ്ങിയ വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംഗം ജെസി ഷാജൻ, ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡയറക്ടർ ശാരദ CR, അസിസ്റ്റന്റ് ഡയറക്ടർ ബിജി വിശ്വനാഥ്, പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചു. ബ്ലോക്കിലെ ശില്പസംഘവും 21, 22, 23 തീയതിയിൽ വളരെ വിപുലമായി ആഘോഷിക്കുന്നതിനുള്ള ഏതാണ്ട് എല്ലാ നിർദ്ദേശങ്ങളും ഉണ്ടായി. എല്ലാവരും സജീവമായി പങ്കെടുത്ത് നമ്മുടെ പരിപാടിയെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ മേഖലയിലെ ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ ആശയങ്ങളും അവർക്ക് പരസ്പരം ഉള്ള സംവാദത്തിന്റെയും അവർക്ക് ആത്മവിശ്വാസം നൽകാനുമൊക്കെ തീർച്ചയായിട്ടും ഇത്തരം ഒരു ക്ഷീരസംഘ പരിപാടികളോട് നടക്കുന്നത്. കേരള പ്രവാസി സംഘം മല്ലപ്പള്ളി ഏരിയ സമ്മേളനം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് മല്ലപ്പള്ളി CMS ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഏരിയ പ്രസിഡന്റ് സ്കറിയ ജോൺ, സെക്രട്ടറി നജീബ് കോട്ടാങ്ങൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബ കൂട്ടായ്മയുടെ കലാപരിപാടികൾക്ക് ശേഷം പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി R ശ്രീകൃഷ്ണപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി രഘുനാഥ് ഇടത്തിട്ട സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി നജീബ് കോട്ടാങ്ങൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിക്കും. മല്ലപ്പള്ളി ഏരിയ 2ആയി വിഭജിച്ച് എഴുമറ്റൂർ ഏരിയയുടെ പ്രവർത്തനം ആരംഭിച്ചതായും എഴുമറ്റൂർ ഏരിയ സമ്മേളനം
അടുത്തയാഴ്ച നടക്കുമെന്നും നജീബ് കോട്ടാങ്ങൽ പറഞ്ഞു. പ്രവാസി സംഘത്തിന്റെ പ്രവർത്തന ഫലമായി നിരവധി പ്രവാസികളെ ക്ഷേമനിധിയിൽ ചേർക്കുന്നതിനും ഒട്ടേറെ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുന്നതിനും സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഏരിയ ട്രഷറർ വർഗീസ് കുഴിവേലി, മല്ലപ്പള്ളി മേഖലാ സെക്രട്ടറി ബിനോജ് എബ്രഹാം, മേഖലാ പ്രസിഡന്റ് മനീഷ് കുഴിവേലിൽ, വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി സജിത സ്കറി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള പ്രവാസി സംഘത്തിൻ്റെ മല്ലപ്പള്ളി ഏരിയയുടെ സമ്മേളനം ഈ വരുന്ന ശനിയാഴ്ച മല്ലപ്പള്ളി CMS ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് 2 മണിക്ക് ആരംഭിക്കുകയാണ്. 2 മണിക്ക് കലാപരിപാടികളോടുകൂടി ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം 3 മണിക്ക് കേരള പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട ഏരിയ പ്രസിഡന്റ് സ്കറിയ ജോണിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ ഞങ്ങളുടെ ട്രഷറർ വർഗീസ് കുഴിവേലിൽ സ്വാഗതം ആശംസിക്കും. തുടർന്ന് ജില്ലാ സംസ്ഥാന നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ മല്ലപ്പള്ളി എഴുമറ്റൂർ ഏരിയ എന്നുള്ള നിലയിൽ ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വലിയൊരു മേഖലയായിരുന്നു, വലിയൊരു ഏരിയ ആയിരുന്നു. ഇത് പ്രവർത്തനത്തിൻ്റെ ബാഹുല്യം കൊണ്ട് ഞങ്ങൾ 2ആയിട്ട് പിരിയുകയാണ്. മല്ലപ്പള്ളി എഴുമറ്റൂർ എന്ന 2 ഏരിയ ആയിട്ട് മാറുകയാണ്. അതിൽ മല്ലപ്പള്ളി, കുന്നന്താനം, കല്ലുപ്പാറ, ആനിക്കാട്, മല്ലപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടെ 4 പഞ്ചായത്തുകളുടെ ഏരിയ ആയിട്ട് മല്ലപ്പള്ളി മാറുകയാണ്. ഇവിടെയെല്ലാം തന്നെ കഴിഞ്ഞ 1 കൊല്ലമായിട്ട് വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മല്ലപ്പള്ളിയിലും കല്ലുപ്പാറയിലും ഒക്കെ തന്നെ നിരവധി യൂണിറ്റുകൾ, എല്ലാ വാർഡുകളിലെ യൂണിറ്റുകൾ ആരംഭിച്ചുകൊണ്ട് വലിയൊരു സജീവമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മല്ലപ്പള്ളി സമ്മേളനം തന്നെ വലിയൊരു സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. ഞങ്ങൾ 250 പ്രതിനിധികളെ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല തുടർന്ന് എഴുമറ്റൂർ അടുത്ത ആഴ്ചത്തേക്ക് ഏരിയ സമ്മേളനം നടക്കാൻ പോവുകയാണ്. വലിയൊരു സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. ക്ഷേമനിധിയിൽ ചേരുന്ന ഉൾപ്പെടെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 3500 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന ക്ഷേമനിധി ഇപ്പോൾ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പലർക്കും ഇവിടെ ലഭിക്കുന്നുണ്ട്. ലഭിക്കേണ്ടവർക്ക് അത് വാങ്ങി നൽകുന്നതിനും ഇനി അർഹതപ്പെട്ടവർക്ക് ചേരുന്നതിന്, ക്ഷേമനിധി ചേരുന്നതിനുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാ പ്രവാസികൾക്കും, കക്ഷി രാഷ്ട്രീയ മത ഭേദമന്യേ എല്ലാവർക്കും, പ്രവാസികൾ എന്ന് പറയുന്ന ഒരു പൊതു സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. എല്ലാ ഗ്രാമപ്രദേശങ്ങളിലുമുള്ള ഞങ്ങളുടെ പ്രദേശങ്ങളിലുള്ള എല്ലാ പ്രവാസികൾക്കും അർഹമായിട്ടുള്ള ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും അവ മേടിച്ച് നൽകുന്നതിനുമുള്ള വലിയ ഒരു സേവന പ്രവർത്തനമാണ് ഞങ്ങളുടെ ഈ പ്രവാസി സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ റോഡിലെ വെള്ളക്കെട്ടിൽ കിടന്നു കുളിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ പ്രതിഷേധം. ചങ്ങനാശ്ശേരി വാകത്താനം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് മെമ്പർ രമേശ് നടരാജനാണ് മണികണ്ഠപുരം പോലീസ് സ്റ്റേഷന് മുൻപിലെ റോഡിൽ ചെളി നിറഞ്ഞ വെള്ളക്കെട്ടിലിറങ്ങി കുളിച്ച് പ്രതിഷേധിച്ചത്. വാകത്താനം ഉണ്ണാമറ്റം കറുകച്ചാൽ റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് 14-ാം വാർഡ് മെമ്പർ രമേശ് നടരാജൻ ഒറ്റയാൾ സമരവുമായി രംഗത്ത് വന്നത്. മണികണ്ഠപുരം പോലീസ് സ്റ്റേഷന് മുൻപിലെ റോഡിൽ ചെളി നിറഞ്ഞ വെള്ളക്കെട്ടിലിറങ്ങി കുളിച്ചാണ് അദ്ദേഹം പ്രതിഷേധിച്ചത്. ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് അപകടങ്ങൾ പതിവായിരുന്നു. വാകത്താനം ഗ്രാമപഞ്ചായത്തിലെ 13, 14 വാർഡുകളുടെ അതിർത്തിയിലാണ് റോഡ്. വാഹനങ്ങൾ പോകാൻ പോലും പറ്റാത്ത വിധം റോഡിൽ കുഴിയും വെള്ളക്കെട്ടുമായി മാസങ്ങളായി. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അധികാരികൾ കണ്ണു തുറക്കാത്തതിനാലാണ് വെള്ളക്കെട്ടിൽ കുളിച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചതെന്ന് രമേശ് നടരാജൻ പറഞ്ഞു. നാളുകളായി ഈ അവഗണന തുടങ്ങിയിട്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2 വാർഡുകളാണ് 13ഉം 14ഉം എന്ന് പറയുമ്പോൾ ഞാനൊരു സാധാരണക്കാരായ പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് ഇതിലെ പോകുന്ന ഈ ബാബുച്ചേട്ടൻ അടക്കമുള്ള ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതൊന്നും ചെയ്യാൻ പറ്റും ഇല്ലേ, ഈ ചേട്ടൻ ചോദിച്ചിട്ട് എന്നോട്. അപ്പം ഞാൻ അവരോടും പരാതി പറഞ്ഞത്, അവരോട് പറഞ്ഞ പരിഭവം, ഇതിന് നമ്മൾ PWD ആയി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ കൊടുക്കുന്നുണ്ട്. ആ പരാതികൾ ഇന്ന് വരെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് PWD അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മിനിഞ്ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, 2 ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഉടനെ അത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നാളിതുവരെയായിട്ട് ഇതിന് നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഈ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുവാനുള്ള തീരുമാനമാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയും അതേപോലെ തന്നെ ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സമരത്തിന് ഞങ്ങൾ തയ്യാറല്ല. ഇവിടുത്തെ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ പൊതുജനങ്ങളുടെ വിഷയമായി ബന്ധപ്പെട്ടുണ്ടോ, ഓട്ടോ സമയമുണ്ടോ, സ്കൂൾ ബസ്സിലെ പിള്ളേരെ പോകണം,
എങ്ങനെ പോകും ഈ ഓട്ടോറിക്ഷ? എങ്ങനെ ഒരു ബൈക്ക് എടുത്ത് ഓട്ടോറിക്ഷ എങ്ങനെ പോകും ഇതിലെ? എത്ര നാളുകളായി ഇതിലെ ഈ ആളുകൾ വരുന്നു? വണ്ടി നിർത്തിയിട്ട് വേണം നമുക്ക് സഞ്ചരിക്കുവാൻ. അത്ര വലിയൊരു വിഷയം ഉണ്ടായിട്ടും ഈ മരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും അതേപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ഒരു കത്ത് പോലും അയച്ചിട്ടുള്ള എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞു ചെയ്യും നാളെ, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? നാളെ ഇതുവരെ വരികയാണല്ലോ. ഇതുകൊണ്ടോ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും പോകുന്നൊരു വഴിയാണിത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ബന്ധപ്പെടണം. അതിന് ശാശ്വതമായ ഒരു നടപടി ഉണ്ടാവണം. ഈ ഒരു റോഡിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നവിടെ ഞാനിവിടെ ഉണ്ടാകും. ഓക്കെ, പോലീസിനെ വിളിക്കുകയോ ആരെ വിളിക്കുകയോ ചെയ്തു ഞാൻ ആ കാര്യം തീരുമാനിച്ചു. എടുത്തോ. ഒരു പ്രശ്നം ചേട്ടാ, ഒരു പ്രശ്നം നിങ്ങളുടെ ഒന്നും തെറിയാൻ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞാനിതിനെ പോകുമ്പം ഈ പറയുന്ന ഭാവച്ചേട്ടൻ നിങ്ങളെല്ലാം എന്നെ ചീത്ത വിളിക്കുന്നില്ലേ? ഇല്ലേ? ഈ വഴിയെല്ലാം നന്നാക്കുന്ന എല്ലാവരും ചീത്ത വിളിക്കല്ലേ? അരമണിക്കൂറോളം പ്രതിഷേധം തുടർന്നു. സമരത്തിന് പിന്തുണയുമായി ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കുര്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗം PK മജു എന്നിവർക്കൊപ്പം നാട്ടുകാരും എത്തി. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നീണ്ടുപോകുന്നതിനാലാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ വൈകുന്നതെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഒടുവിൽ പൊതുമരാമത്ത് വകുപ്പ്, വാട്ടർ അതോറിറ്റി, ജൽജീവൻ മിഷൻ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ 2 ദിവസത്തിനകം വെള്ളക്കെട്ട് ഒഴിവാക്കി നൽകാമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. ഇവിടെ ഈ അവസ്ഥയിലായിട്ട് കുറേ നാളായി. ഞങ്ങൾ എല്ലാവരും നിരവധി തവണ PWD ചങ്ങനാശ്ശേരിയെയും അതുപോലെ വാട്ടർ അതോറിറ്റിയും ഒക്കെ ബന്ധപ്പെട്ടു. ആരും ഇതിന് ഒരു നീക്കുപോക്കുണ്ടാക്കിയില്ല. അവർ പറയും, ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് PWD പറയും ഇത് വാട്ടർ അതോറിറ്റി കൈമാറിയ റോഡാണെന്ന്, വാട്ടർ അതോറിറ്റി പറയും ഇത് ഞങ്ങളുടെ പണി തീർന്നില്ല. ഞങ്ങൾക്ക് കുടിവെള്ളത്തിനൊക്കെ ആവശ്യം ഇപ്പോൾ സഞ്ചരിക്കുന്ന സഞ്ചാരയോഗ്യമായ ഒരു വഴിയാണ്. അതിൻ്റെ കുടിവെള്ളക്കാരുടെ ആവശ്യമാണ്. കുടിവെള്ളം നടക്കില്ല, അത് കളിപ്പീരാണെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം. ജലജീവൻ പദ്ധതി ഈ 27 പോയിട്ട് 30 പോലും നടപ്പിലാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ജലജീവൻ്റെ വെള്ളം വേണ്ട, ഞങ്ങളല്ലാതെ വെള്ളം എങ്ങനെയും കുടിച്ചോളാം, അല്ലെങ്കിൽ റോഡിലെ വെള്ളമാണെങ്കിലും ഞങ്ങൾ കുടിച്ചോളാം. പക്ഷേ ഞങ്ങൾക്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കി കിട്ടാൻ വേണ്ടി ഇപ്പം ഞാൻ PWDയെ വിളിച്ചു, വാട്ടർ അതോറിറ്റിയെ വിളിച്ചു. 2 ദിവസത്തേക്കകം ഇത് PWDക്ക് കൈമാറാമെന്നുള്ള ഉറപ്പിൽ ഇപ്പോൾ മെമ്പർ ഈ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇനി ഇതിന് താമസം ഉണ്ടായാൽ ഞങ്ങൾ നേരെ വാട്ടർ അതോറിറ്റിയിലെ ഈയെ കാണാൻ പോകും. സമരമൊക്കെ ഇതിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ സമരം നടത്തി കാര്യങ്ങൾ നടത്തി വരുന്നുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ സാധാരണ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്ഥിരം പോയി സമരം ചെയ്ത കാര്യങ്ങൾ നേടിയെടുക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് അവർക്കാണ് നാണക്കേട്. നടപടി ഉണ്ടായില്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിനു മുന്നിൽ സമരം നടത്താനാണ് ജനപ്രതിനിധികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. വാർത്തകൾ പൂർണ്ണമായി. നമസ്കാരം.